ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ അതിൻ്റെ ലോ ആയിട്ടുള്ള 26,008 എന്ന ലെവൽ വരെ നിഫ്റ്റി താഴോട്ടേക്ക് പോയിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് 26,042 ക്ലോസ് ചെയ്തത്. 26,000 ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 26,015 നിഫ്റ്റിയുടെ 20-ഡേ മൂവിങ് ആവറേജിൻ്റെ ആ ഒരു ലൈന് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൊതുവേ ഡിസംബറിൻ്റെ അവസാന ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാന്താ റാലി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഡിസംബറിൽ ഒരു 3 ട്രേഡിംഗ് ഡേയും അതുപോലെ ജനുവരിയിൽ 2 ട്രേഡിംഗ് ഡേ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പോസിറ്റീവ് ട്രിഗർ പോയിന്റും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കൂടാതെ പുതിയ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ട്രിഗർ പോയിന്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇത് കൂടാതെ FIIസിൻ്റെ ഔട്ട്ഫ്ലോയും ഒരു പ്രധാന വിഷയമാണ്. ഇന്നും നമുക്ക് ഇന്ത്യൻ റൂപ്പി ഡോളറിനെതിരെ ഒരു ഘട്ടത്തിൽ 90-ന് മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഒരു ഫ്രഷ് ട്രിഗറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇനിയുള്ളത് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്ന് പറയുന്നത് ഡിസംബർ ക്വാർട്ടർ ഏർണിംഗ്സ് റിപ്പോർട്ടുകളാണ്. അപ്പോൾ അത് ജനുവരി 12-നാണ് TCSൻ്റെയും HCL ടെക്കിൻ്റെയും ഒക്കെ റിസൾട്ടോടുകൂടി ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് ട്രിഗർ പോയിന്റ് ഇല്ലാത്തതും കൂടാതെ ട്രേഡിംഗ് വോളിയം വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതും പ്രത്യേകിച്ച് ഡിസംബർ അവസാന ഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോളിഡേ മൂഡിലേക്ക് പോയതിനാൽ മാർക്കറ്റിൽ ട്രേഡിംഗ് വോളിയം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി വന്നതോടുകൂടി മാർക്കറ്റ് വീണ്ടും നേരിയ തോതിൽ ദുർബലമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. എങ്കിലും 26,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി ഈ വർഷം കഴിയാറാകുമ്പോൾ ഈ 2025 NSEയിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ ഓവറോൾ പരിശോധിച്ചാൽ അത് മണി കൺട്രോൾ വെബ്സൈറ്റുകളിലൊക്കെ അതിൻ്റെ വേർതിരിച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കണക്കുകൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിന് നിരാശപ്പെടുന്ന കണക്കുകളാണ്. നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ 2,667 സ്റ്റോക്കുകളിൽ ഏകദേശം 295 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവ് റിട്ടേൺ നൽകിയത്. അല്ലെങ്കിൽ ഒരു നേരിയ തോതിലെങ്കിലും ഒരു റാലി നടന്ന സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് 295 സ്റ്റോക്കുകൾ മാത്രമാണ്. അപ്പോൾ ഏകദേശം 10% സ്റ്റോക്കുകൾ മാത്രമാണ് മാർക്കറ്റിൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയത്. 90% സ്റ്റോക്കുകളും ഫെയിലായിരുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. എന്നാൽ ഇവിടെ 10 മുതൽ 20% വരെ ഡൗൺ ആയ സ്റ്റോക്കുകൾ കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിൽ ഒരു 10 to 20% ഒരു സ്റ്റോക്ക് ഡൗൺ ആകുക എന്ന് പറയുന്നത് അതൊരു ഹെൽത്തി കറക്ഷനാണ്. ഇപ്പോൾ വാല്യുവേഷൻ കുറച്ച് അധികം ആകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില സ്റ്റോക്കുകൾ 10 to 20% വരെയൊക്കെ പോകാം. അപ്പോൾ അത് ഒരു അത്ര മോശമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ 10 to 20% ഡൗൺ പോയ ഏകദേശം 413 സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 413 നേരത്തെ പറഞ്ഞ 295 സ്റ്റോക്കുകളും അങ്ങനെ ഏകദേശം 700 സ്റ്റോക്കുകൾ മാർക്കറ്റിൽ അത്യാവശ്യം പിടിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്തിട്ടുള്ളത് 20-നും 50% അടക്കമാണ്. ഏകദേശം 1,532 സ്റ്റോക്കുകൾ ആ രീതിയിൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. 20 മുതൽ 50% വരെയാണ് പല സ്റ്റോക്കുകളുടെയും കറക്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും അത് ബിയറിഷ് ട്രെൻഡിലേക്ക് പോയി എന്ന് പറയാം. ഇതുകൂടാതെ 50 മുതൽ 75% വരെ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകളുണ്ട്. അത് കറക്ഷൻ അല്ല, അത് യഥാർത്ഥത്തിൽ ഒരു ക്രാഷാണ്. കാരണം 397 സ്റ്റോക്കുകൾ നമ്മൾ അത്തരത്തിൽ കാണാൻ കഴിയും. ഇത് കൂടാതെ 30 സ്റ്റോക്കുകൾ 75% കൂടുതൽ ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ ഇനിയൊരു പ്രതീക്ഷ നമുക്ക് തീർച്ചയായിട്ടും വെച്ച് പുലർത്താനാകില്ല. അതൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ വലിയ തോതിലുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബിസിനസ് ന്യൂസുകൾ ആ സ്റ്റോക്കുകളിലേക്ക് വരണം. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 700ഓളം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ 2,667 സ്റ്റോക്കുകളിൽ 700 സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ നിലവിൽ ഇപ്പോൾ കാണുന്ന 700 സ്റ്റോക്കുകൾ ഇനിയും മാറി മറിയാം. ചിലപ്പോൾ ഇപ്പോൾ വലിയ തോതിൽ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ടേൺ അറൗണ്ടായി തിരിച്ചു വരാം. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോക്കുകളെ അടുത്ത വർഷവും ഈ 2026 വർഷത്തിലും റെക്കഗ്നൈസ് ചെയ്യുന്നവരാണ് മാർക്കറ്റിൽ വിജയിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ ഇന്ന് ശക്തമായ മൂവ് നടന്ന ഒരു സെക്ടറാണ് റെയിൽവേ സെക്ടർ സ്റ്റോക്കുകൾ. അപ്പോൾ നമുക്കറിയാം ഫെബ്രുവരിയിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വരികയാണ്. ആ യൂണിയൻ ബഡ്ജറ്റിൻ്റെ കൂടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ബഡ്ജറ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ റോളിംഗ് സ്റ്റോക്കിലും അതുപോലെ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ മോഡേണൈസേഷനും ഇതൊക്കെ ഇന്ത്യ
അതിൻ്റെ ശൈശവദശയിലാണ്. ഇനിയും എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു അലോക്കേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒരു പ്രതീക്ഷയാണ് റെയിൽവേ സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൊസിഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അതാണ് ഇന്ന് പല റെയിൽവേ സ്റ്റോക്കുകളിൽ നമുക്കൊരു റാലി കാണാൻ കഴിയും. ഇപ്പോൾ 2025 ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകളാണ് റെയിൽവേ സ്റ്റോക്കുകൾ. കാരണം അതിനു മുമ്പ് നടന്ന ശക്തമായ റാലിയുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് റെയിൽവേ സ്റ്റോക്കുകൾ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിംഗ് പ്രഷറും കാരണം പല റെയിൽവേ സ്റ്റോക്കുകളും അതിൻ്റെ വാല്യുവേഷൻ ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബൈങ് ഒരു ടെക്നിക്കൽ ബൗൺസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് റെയിൽവേ അതിൻ്റെ റേഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിലുള്ള ഫെയർ ഹൈക്ക് നടത്തിയിരുന്നു. അപ്പോൾ റെയിൽവേ ടിക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വർധനവ് അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള റവന്യൂ വിസിബിലിറ്റി സ്വാഭാവികമായിട്ടുണ്ടാവും. അത് മൊത്തം റെയിൽവേ ഇക്കോസിസ്റ്റത്തിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. സാധാരണ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണെങ്കിലും റെയിൽവേ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ അവിടെ IRCTC ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേരിയൊരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. ഇതേപോലെ തന്നെ IRFC സ്റ്റോക്കുകളിലും നല്ലൊരു മൂവ് ഇന്നുണ്ടായതായിട്ട് കാണാം. 10% അടുത്തൊരു റാലി ആ സ്റ്റോക്കിലുണ്ടായി. സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഏജൻസിയാണ് IRFC. സ്വാഭാവികമായിട്ടും റെയിൽവേ കാപ്പെക്സ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമ്പോൾ ബോറോയിങ് കോസ്റ്റിൽ സ്വാഭാവികമായിട്ടും IRFC ആയിരിക്കും അതിൻ്റെ മേജർ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്ന സ്റ്റോക്ക്. മറ്റൊരു സ്റ്റോക്ക് RVNL ആണ്. ഇപ്പോൾ റെയിൽവേയുടെ ഓർഡർ ബുക്കിൻ്റെ ഏറ്റവും മേജർ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് RVNL ആയിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്പെൻഡിങ് ഡിസിഷനും അവിടെ ഉണ്ടാകുന്ന പുതിയ ഓർഡറുകളും RVNLനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈസിൽ ഒരു പുഷ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ റെയിൽവേയിലെ ചെറുതും വലുതുമായ പല സ്റ്റോക്കുകളും ടെക്സ്മാക്കോ റെയിൽ, റെയിൽടെൽ, ജൂപ്പിറ്റർ വാഗൺ, തിത്തഗാർ റെയിൽ സിസ്റ്റം അങ്ങനെ തുടങ്ങി കണ്ടെയ്നർ കോർപ്പറേഷൻ വരെയുള്ള ധാരാളം സ്റ്റോക്കുകൾ ഈ റെയിൽവേ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്റ്റോക്കിലൊക്കെ ഒരു ബഡ്ജറ്റിന് മുന്നേ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മുന്നേറ്റമാണിത്. എന്നാൽ ബഡ്ജറ്റിൽ ഈ പ്രതീക്ഷക്കത്ത് ഉയർന്നിട്ടുള്ള ഒരു അലോക്കേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട സ്റ്റോക്കുകളാണ് RVNL. അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും അതിൻ്റെ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസും ഒക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടായിരിക്കണം ഈ സ്റ്റോക്കിൽ നമ്മൾ പൊസിഷൻ എടുക്കേണ്ടത്. അതുപോലെ ഇന്ന് താഴോട്ടേക്ക് വന്ന ഒരു സ്റ്റോക്കാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന സ്റ്റോക്ക്. ഏകദേശം 3% താഴെ വന്ന് ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ അതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ട്രാൻസാക്ഷൻ ഫീസിൽ ഒരു റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അഥവാ CERC തീരുമാനിച്ചിരിക്കുക. ഇതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ്. ഒഫീഷ്യലായിട്ട് ഇത് കൺഫേം ചെയ്യാത്ത റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇത് CERC നിഷേധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് IEXൽ ഒരു തിരിച്ചുവരവുണ്ടാവും. അപ്പോൾ എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് CERC ഒരു യൂണിഫോം ഫീസ് 1.5 പൈസ പെർ kWh ഈ പവർ ട്രാൻസാക്ഷൻ മേഖലയിൽ നമുക്കറിയാം IEX ഒരു പവർ എക്സ്ചേഞ്ച് കമ്പനിയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ ഒരു ഫീ 1.5 യൂണിഫോം ഫീ ആയിട്ട് നിശ്ചയിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു kWh 1.5 പൈസ എന്നുള്ളതാണ് ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള റേറ്റ്. എന്നാൽ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 2 പൈസയാണ്. അത് 2 സൈഡിൽ നിന്നും വാങ്ങുന്നുണ്ട്. അതായത് നമ്മൾ വാങ്ങുമ്പോഴും 2 പൈസയാണ്, വിൽക്കുമ്പോഴും 2 പൈസയാണ്. അപ്പോൾ മൊത്തത്തിൽ 4 പൈസ പെർ kWh ഈ IEXന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് 1.5 ആയിട്ട് ചുരുങ്ങുന്നത്. അതുകൂടാതെ ടേം ഹെഡ് കോൺട്രാക്റ്റുകൾ, അതായത് ലോങ് ടേം ആയിട്ട് കറണ്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ലോങ് ടേം കോൺട്രാക്റ്റുകളിൽ ഇത് 1.25 പൈസയായിട്ട് ചുരുക്കാനും ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ IEXൻ്റെ മേജർ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ ഫീസാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇത് താഴോട്ടേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും മാർജിനൽ കംപ്രഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഷോർട്ട് ടേമിലെങ്കിലും അതുണ്ടാവും. എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ ഈ ട്രാൻസാക്ഷൻ വോളിയം കൂടുക എന്നുള്ളതാണ് ഒരു പരിഹാരമാർഗം. സ്വാഭാവികമായിട്ടും IEXന് അത് ഫ്യൂച്ചറിൽ മറികടക്കാൻ കഴിഞ്ഞേക്കും. ഇതുകൂടാതെ IEX മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഓൾറെഡി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം മാർക്കറ്റ് കപ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഈ എനർജി എക്സ്ചേഞ്ചുകളുടെ പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ ആ പ്രൈസ് നിശ്ചയിക്കാനുള്ള അധികാരം ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ആകുമ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് അത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ ഓൾറെഡി നിലനിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ IEX ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 135 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ 37% ഈ സ്റ്റോക്ക് ഇപ്പോൾ താഴത്തേക്ക് വന്നതാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26.8 ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 60 ആണ്. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ മീഡിയം PE 40 മുകളിലാണ്.
ഇപ്പോൾ നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ IEX ലഭ്യമായിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള ഇതിൻ്റെ റിസൾട്ടും എക്സലൻറ്റ് റിസൾട്ടായിരുന്നു. ഇതിൻ്റെ ബിസിനസ്സിൽ ഇതുവരെ നെഗറ്റീവ് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ മാർക്കറ്റ് കപ്ലിങ്ങിൻ്റെ ഒരു ഭീഷണിയാണ് ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ പോകാൻ കാരണം. അതായത് അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഇവന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ്. എന്നാൽ നിലവിലുള്ള അതിൻ്റെ ബിസിനസ് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ടമെന്റൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് മുന്നോട്ടേക്ക് നല്ല മൂവ് നടത്തിയിട്ടുള്ളത് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് ആണ്. 2.23% അപ്സൈഡിലാണ് ഫൈനലായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അദാനി റോഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. ഏകദേശം 3400 കോടിയുടെ ഒരു ഓർഡറാണത്. സുൽത്താൻഗഞ്ചും ബഗൽപൂർ സബൂർ റോഡ് എന്നുള്ള ആ റോഡ് കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റാണിത്. അപ്പോൾ ഇത് ഗംഗാപത്ത് കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. ഏകദേശം 41 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതൊരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പ്രൊക്യൂർമെൻറ്റ് മോഡിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഇതിൻ്റെ ഒറിജിനൽ കോൺട്രാക്റ്റ് അദാനിക്ക് ലഭിച്ചിട്ടുള്ളത് ബീഹാർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നിന്നാണ്. അദാനിയാണ് ഇത് സബ് കോൺട്രാക്ട് വഴി ഇവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ 42 മാസം കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണിത്. അതിൻ്റെ ഡിസൈൻ മുതൽ ഫൈനൽ ടെസ്റ്റിങ്ങും കമ്മീഷനും വരെ ഈ ദിലീപ് ബിൽഡ്കോൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിലീപ് ബിൽഡ്കോൺ ഓൾറെഡി മറ്റൊരു പ്രൊജക്റ്റ് മധ്യപ്രദേശ് ഊർജ്ജ വികാസ് നിഗം ലിമിറ്റഡിൽ നിന്ന് നേടിയിരുന്നു. അതൊരു പവർ പ്രോജക്റ്റാണ്. 1365 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പവർ പ്രോജക്റ്റാണ്. അത് PM കുസും സ്കീം വഴിയാണ് അവർ നേടിയിട്ടുള്ളത്. ഏകദേശം 4900 കോടിയുടെ ഒരു പ്രൊജക്റ്റാണിത്. 18 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് സോളാർ ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്രൊജക്റ്റ് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് ബിൽഡ്കോൺ നല്ലൊരു ഓർഡർ ബുക്കുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഓർഡർ ബുക്കുകൾ ഈ സ്റ്റോക്കിലൊരു ജീവൻ വെക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 470 ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 18% താഴോട്ടേക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ കംഫർട്ടബിൾ ലെവലിലാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ PE 17 ഇൻഡസ്ട്രി PE 18 ആണ്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ മീഡിയം P 22 എന്ന ലെവലായിരുന്നു. അവിടെ നിന്ന് താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ സ്റ്റോക്കിൽ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണുന്നത് ഒന്ന് ഇതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അത് 1.8 ആണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് 14% സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 റെഡ് ഫ്ലാഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫണ്ടമെന്റൽസിൽ കുഴപ്പമുണ്ട്. എന്നാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.